ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. സോ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഓർഗനൈസേഷൻ ഓഫ് ദ പീപ്പിൾ വർക്കിംഗ് ഫോർ ദ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു അച്ചീവ് പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ്. അതായത് ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഇവിടെയെല്ലാം ഒരുപാട് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? കമ്പനീന്റെ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുക. അതായത് മാനേജറിന്റെ അണ്ടറിൽ ആരൊക്കെ വേണം, അവരുടെ ഫോർമാൻ ആണെങ്കിൽ ഫോർമാൻ, ആ ഫോർമാൻ്റെ അണ്ടറിൽ ആരൊക്കെ വേണം, എത്ര വർക്കേഴ്സ് വേണം, ആരെല്ലാം ആയിരിക്കണം, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്. ആരുടെ അണ്ടറിലാണ്, ആരുടെ കമാൻഡ് അല്ലെ, ആരുടെ കമാൻഡ് ആണ് ഒബേ ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റിനാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും, ആരെടുത്ത് ചോദിക്കണം, എന്ത് ചെയ്യണം, ഞാൻ ആരെയാണ് കമാൻഡ് ചെയ്യേണ്ടത്, അങ്ങനെ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വർക്ക് ഫ്ലോ നടക്കും, കാര്യം നല്ല രീതിയിൽ വർക്ക് ഫ്ലോ ഉണ്ടാവും. സോ ക്യാരക്ടറൈസേഷൻ ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ പ്രത്യേകത. ഇപ്പൊ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഫോർ കോമൺ ഒബ്ജക്റ്റീവ്. അതായത് ബേസിക്കലി ഇതൊരു എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ് വർക്കിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡസ്ട്രി അല്ലെ ഓർഗനൈസേഷൻ അല്ലെ കമ്പനി അതിന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫെസിലിറ്റേറ്റ് സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക്. ഓക്കെ, ആൾക്കാരെ നമുക്ക് അവരുടെ സ്കില്ലിന്റെ ബേസ്ഡ് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അവരുടെ സ്പെഷ്യലൈസേഷൻ ഏതിലാണോ ആ ഏരിയയിൽ അവരെ പ്ലേസ് ചെയ്യുക. എന്നാൽ കമ്പനി അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കമ്പനീന്റെ ഗോൾ പെട്ടെന്ന് അല്ലെങ്കിൽ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. വർക്ക്സ് അണ്ടർ ടോപ്പ് അഡ്മിനിസ്ട്രേഷൻ. തീർച്ചയായിട്ടും നമ്മളൊരു കമ്പനി ആകുമ്പോൾ അവിടെ കുറെ ഒരു ഹൈറാർക്കി ഉണ്ടാവും. ഓക്കെ, ജനറൽ മാനേജർ ആണെങ്കിൽ അവരുടെ അണ്ടറിൽ പർച്ചേസിംഗ് മാനേജർ അല്ലെങ്കിൽ ഫിനാൻസ് മാനേജർ ആയിരിക്കും. അവരുടെ അണ്ടറിൽ ചിലപ്പോൾ കുറെ ഫോർമാൻകൾ ഉണ്ടാവും. ഓരോ ഫോർമാൻ്റെ അണ്ടറിൽ കുറെ വർക്കേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ആണല്ലോ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് വർക്ക് ചെയ്യുന്ന ടോപ്പ് അഡ്മിനിസ്ട്രേഷന്റെ കൺട്രോളിലായിട്ടാണ്. ക്ലിയർലി ഡിഫൈൻസ് അതോറിറ്റീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. തീർച്ചയായിട്ടും നമ്മള് കുറെ ആൾക്കാർക്ക് കുറെ ടാസ്ക് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന ആൾക്കാരിൽ ചില ആൾക്കാർക്ക് നമ്മൾ അതോറിറ്റി കൊടുക്കുന്നുണ്ട്. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ പവർ. ഓക്കെ, എല്ലാവർക്കും നമുക്കത് കൊടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്മളെ കോളേജ് ആണെങ്കിലും, ഓക്കെ, നമ്മളെ കോളേജ് ആണെങ്കിൽ ഇപ്പോൾ സ്റ്റാഫുകൾ, നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ലെക്ചേഴ്സ് ഉണ്ട്, ടി ഐകൾ ഉണ്ട്, ടീമാൻ ഉണ്ട്, പിന്നെ ഡെമോൺസ്ട്രേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ പല ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവർക്കും എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് നമ്മൾ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വെക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ലീവ് എടുക്കണമെങ്കിൽ നമ്മൾ ആരെടുത്താ ചോദിക്കുക? HOD അടുത്താണ് നമ്മൾ പെർമിഷൻ മേടിക്കുക. ഓക്കെ, സോ ദാറ്റ് മീൻസ് ആ HODക്കാണ് അതിനുള്ള അതോറിറ്റി കൊടുത്തിരിക്കുന്നത്, പവർ കൊടുത്തിരിക്കുന്നത്, അല്ലെ? ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് ഓരോരുത്തർക്കും ഉണ്ടാവും. ഇപ്പൊ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുക, ആ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ലെക്ചേഴ്സിന് അവരുടേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട്. ഡെമോൺസ്ട്രേറ്ററും ട്രേഡ് ഇൻസ്ട്രക്ടറും ട്രേഡ്സ്മാനും ഇവർക്ക് എല്ലാവർക്കും ലാബിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ HODക്ക് ആ ഡിപ്പാർട്ട്മെന്റ് മൊത്തം കാര്യങ്ങൾ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പ്രിൻസിപ്പളിന് മൊത്തം കോളേജിലെ കാര്യങ്ങൾ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതേപോലെ സോ എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റീസ് ഉറപ്പായിട്ടുണ്ടാവും. പക്ഷെ അതോറിറ്റി എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഉണ്ടാവില്ല. പക്ഷെ കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് അതോറിറ്റി കൊടുക്കും. ഓക്കെ, സോ ക്ലിയർലി ഡിഫൈൻസ് അതോറിറ്റീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ആ ഹൈറാർക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതോറിറ്റി ആർക്ക് കൊടുക്കണം, റെസ്പോൺസിബിലിറ്റീസും മറ്റ് എങ്ങനെ കൊടുക്കണം, അതെല്ലാം നമുക്ക് പറയാൻ പറ്റും. പ്രൊവൈഡ്സ് ഗുഡ് കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ടു ഗെറ്റ് വർക്ക് ഡൺ എഫക്റ്റീവ്ലി. തീർച്ചയായിട്ടും നല്ല രീതിയിൽ കോർഡിനേഷൻ നടക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ കോളേജ് എടുക്കുക, ഒരു സിറ്ററിന് ഒരു എന്താ പറയുക സർക്കുലർ വന്നു കഴിഞ്ഞെങ്കിൽ പ്രിൻസിപ്പൾ അത് അറിയുന്നു, ആ കാര്യം ഇങ്ങനെ ചെയ്യണം എന്ന് പ്രിൻസിപ്പളിന് മനസ്സിലായി. അങ്ങനെയാണ് പ്രിൻസിപ്പൾ HODനെ എടുത്ത് അറിയിക്കും, HOD ഡിപ്പാർട്ട്മെന്റിലെ ബാക്കി സ്റ്റാഫുകളെ എടുത്ത് അറിയിക്കും, ഡിപ്പാർട്ട്മെന്റിലെ ബാക്കി സ്റ്റാഫുകൾ സ്റ്റുഡൻസിന്റെ അടുത്ത് അറിയിക്കും. ഓക്കെ, സോ നല്ല രീതിയിൽ ആ കോർഡിനേഷൻ വർക്ക് ചെയ്യും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും. ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഹൈറാർക്കി റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൂൾ ഓഫ് മാനേജ്മെന്റ്.
തീർച്ചയായിട്ടും ഇതൊരു മാനേജ്മെന്റ് ഒരു ടൂളാണ്. മൊത്തത്തിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. അല്ലാതെ ടോപ്പ് ലെവലിലെ മാനേജർ നേരിട്ട് ഓരോ വർക്കറിന്റെ അടുത്ത് പോയി പറയുകയാണെങ്കിൽ അത് എത്ര സമയം പിടിക്കും? അത് കാര്യങ്ങൾ മര്യാദയ്ക്ക് നടത്താനും പറ്റില്ല. പക്ഷെ അതേ സ്ഥാനത്ത് ഇങ്ങനെ അതോറിറ്റി കൊടുത്തിരിക്കുന്ന ആൾക്കാരെ നേരിട്ട് വൺ ബൈ വൺ അറിയിക്കുകയാണെങ്കിൽ അവർക്ക് കൺസേൺഡ് ആയിട്ടുള്ള അവരുടെ അണ്ടറിലായിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരും തന്നെ ഇത് ഇൻഫർമേഷൻ അറിയിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കും. സോ ഇറ്റ്സ് എ good tool of management. Principle of organization structure. Okay, principle of organization structure. ഇതിന് കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിന്റെ ആധാരമായിട്ടായിരിക്കും ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എല്ലാം തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മളെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മളെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മളെ കമ്പനിക്ക് എന്താണോ ഒബ്ജക്റ്റീവ് ആ ഒബ്ജക്റ്റീവ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. അത് ഓരോ അതോറിറ്റിയിലെ ആൾക്കാരും അറിഞ്ഞിരിക്കണം, ഓരോ ബാക്കി റെസ്പോൺസിബിലിറ്റിയിലെ എല്ലാവരും അത് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ എല്ലാവർക്കും ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കാർ ഇൻഡസ്ട്രി ആണ്, അവരുടെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പോൾ 1 lakh കാർ സെയിൽ ചെയ്യണം എന്നതാണ് അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് വിചാരിച്ചു. അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ വർക്കേഴ്സിന് മനസ്സിലാവൂ, ഓക്കെ നമ്മൾ ഇത്ര വർഷം കൊണ്ട് നമ്മൾ 1 ലക്ഷം ഇറക്കണമെങ്കിൽ ഒരു മാസം കൊണ്ട് നമ്മൾ 10,000 കാർ ഇറക്കണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യണം. നമുക്ക് അങ്ങനെ നമ്മളിപ്പോ ഒരു മാസം കൊണ്ട് 10,000 കാറുകൾ നമുക്ക് ഇറക്കാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻസെന്റീവ്സും മറ്റ് ബെനിഫിറ്റ്സും നമുക്ക് കിട്ടത്തുള്ളൂ, കമ്പനി നമുക്ക് തരത്തുള്ളൂ. സോ അങ്ങനെ ഓരോ അതോറിറ്റിയും ആ അതോറിറ്റിയിലെ ആൾക്ക് മനസ്സിലാവും, എന്താ പറയുക, അവരെ വർക്കേഴ്സിന്റെ അടുത്ത് ഇത്ര നേരം വർക്ക് ചെയ്യിപ്പിക്കണം, ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം, എന്നാൽ മാത്രമേ ഒരു മാസം നമുക്ക് ഇത്ര കാർ ഇറക്കാൻ പറ്റൂ. സോ ആ അതോറിറ്റിയിലെ ആൾക്കാർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരെ അവരുടെ അണ്ടറിലെ ആൾക്കാരെ എല്ലാ കാര്യങ്ങളും അറിയിക്കാം. സോ കമ്പനിയിലെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്താ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുക. പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേഷൻ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. കോർഡിനേഷനും കമ്മ്യൂണിക്കേഷനും കൃത്യമായിട്ട് നടക്കണം. ഓക്കെ, എന്നാൽ മാത്രം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പ്രിൻസിപ്പിൾ ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ചില സെക്ഷനിൽ ചില കാര്യങ്ങളിലായിരിക്കും സ്കിൽ ഉണ്ടാവുക. അപ്പൊ അവരെ ആ ഒരു സെക്ഷനിലേക്ക് ഇടണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വർക്കേഴ്സ് ഉണ്ടാവും. ചില ആൾക്കാർ ഫിസിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ മെന്റൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെന്റലി കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എഫിഷ്യന്റ് ആയിരിക്കും. ചില ആൾക്കാർ ഫോർ എക്സാമ്പിൾ ഡ്രൈവിംഗിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ സെക്ഷനിലേക്ക് വിടണം. ഫിസിക്കൽ വർക്കും നല്ല രീതിയിൽ ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള വർക്കേഴ്സിനെ നമ്മൾ ഫിസിക്കൽ വർക്കിന് വേണ്ടിയിട്ട് വിടണം. നമ്മളെ കോർഡിനേഷൻ വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അവരെ നമ്മൾ ആ ടീം ലീഡർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു എന്താ പറയുക, ഹൈറ്റ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അങ്ങനത്തെ വർക്കേഴ്സിനെ വിടണം. ഓക്കെ, സോ അങ്ങനെ ഓരോരുത്തരുടെ സ്കിൽ, ഇപ്പൊ ജ്വല്ലറി മേക്കിംഗ് ഷോപ്പ് ആണെങ്കിൽ ഡിസൈനിങ്ങിന് ഭയങ്കര കഴിവുള്ള ആൾക്കാരാണെങ്കിൽ അവരെ ഡിസൈൻ സെക്ഷനിലേക്ക് വിടണം. ചില ആൾക്കാർക്ക് സെയിൽസ് നടത്താൻ വളരെ കഴിവുണ്ടാവും, അവർക്ക് സംസാരിക്കാൻ നല്ല കഴിവുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവരെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടണം. അങ്ങനെ ഓരോ ആൾക്കാരെയും അവരുടെ സ്കില്ലിനനുസരിച്ച് വേണം കഴിയുന്നതും പ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കാൻ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സ്പെഷ്യലൈസേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ചില ആൾക്കാർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ കൂടുതലുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് അതോറിറ്റി കൊടുക്കണം, പവർ ടു കമാൻഡ് ആൻഡ് കൺട്രോൾ. റെസ്പോൺസിബിലിറ്റി ബാക്കി എല്ലാവർക്കും ഓരോരുത്തർക്കും അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അണ്ടറിൽ എത്ര ആൾക്കാരുണ്ട്. അതായത് ഇപ്പൊ ഒരു ഫോർമാൻ ആണ്, ആ ഫോർമാൻ്റെ അണ്ടറിൽ ഇപ്പൊ ആ ഫോർമാൻ ഇപ്പൊ 10 വർക്കേഴ്സിന്റെ കാര്യങ്ങളാണ് നോക്കണ്ടെങ്കിൽ 10 വർക്കേഴ്സിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, അയാളുടെ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ സിമിലർ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോളേജിൽ തന്നെയാണെങ്കിൽ ഇലക്ട്രോണിക്സ് വിഭാഗത്തിന്റെ മൊത്തം ഇലക്ട്രോണിക്സ് പഠിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സ്റ്റാഫുകളെല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്തിട്ട് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പറയുന്നത്. സിവിൽ റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരെല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്തിട്ട് സിവിൽ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പറയുന്നത്, അല്ലെ? അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് അവരെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റണം. കാരണം അപ്പൊ വർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് ആൻഡ് സ്റ്റെബിലിറ്റി ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഇപ്പൊ ഒരു 1000 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വിചാരിക്കുക, അതിനകത്ത്
ഒരു അടുത്ത വർഷം ജനുവരിയിൽ ഇപ്പോൾ ഒരു 100 പേര് അല്ലെങ്കിൽ ഒരു 50 പേര് റിസൈൻ ചെയ്ത് പോകാന്ന് വിചാരിച്ചു. സോ ആ 50 പേര് റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ പോലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ വർക്ക് നിന്ന് പോകരുത്, കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കണം. അത് തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് ആൻഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. കുറച്ച് പേര് അങ്ങോട്ടോ ഇങ്ങോട്ടോ അവർക്ക് എന്തെങ്കിലും കാരണത്താൽ വരാതിരിക്കാൻ പറ്റുന്നോ വരാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ റിസൈൻ ചെയ്ത് പോകാൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ അത് ബാധിക്കാൻ പാടില്ല. അപ്പൊ അതിനാണ് ആ രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. സോ that particular thing is known as the principle of balance and stability. Principle of flexibility means scope for alteration and expansion. അതായത് ചെറിയ വ്യത്യാസങ്ങൾ, ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിൽ 10 പേരാണ്, ഇപ്പൊ വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ ആൾക്കാർ ആവശ്യം വന്നു, അങ്ങനെ ഈ 10ന്റെ അതിന് 2 പേരെ അങ്ങോട്ടിട്ടു. ഓക്കെ, എന്നാലും ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ നമ്മളെ കമ്പനിയിൽ കുറച്ചും കൂടി എക്സ്പാൻഷൻ വരുത്തുക, അങ്ങനെ കുറച്ച് ആൾക്കാരും കൂടി പുതിയതായിട്ട് റെക്രൂട്ട് ചെയ്ത് നമ്മളെ കമ്പനിയിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെയാണ് ആ എക്സ്പാൻഷനിലെ കഴിവ് വേണം. ഓക്കെ, ആ കാപ്പബിലിറ്റി വേണം. ഓക്കെ, സോ അതിനാണ് എക്സ്പാൻഷനിലെ ഓൾട്ടറേഷൻ, ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുക. അതിനാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് സിംപ്ലിസിറ്റി, സിമ്പിൾ ആണെങ്കിൽ മര്യാദയ്ക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. സോ കഴിയുന്നു കീപ് ദ തിങ്സ് as far as possible, keep the things simple. Design of organization structure. It represents hierarchical arrangement of various positions in the organization. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഓർഗനൈസേഷനിൽ പല പൊസിഷൻസ് ഉണ്ടാവും. ജനറൽ മാനേജറിന്റെ പൊസിഷൻ ഉണ്ടാവാം, പ്രൊഡക്ഷൻ മാനേജറിന്റെ പൊസിഷൻ ഉണ്ടാവാം, ഫിനാൻസ് മാനേജറിന്റെ പൊസിഷൻ ഉണ്ടാവാം, ഫോർമാന്റെ പൊസിഷൻ ഉണ്ടാവാം, വർക്കേഴ്സിന്റെ പൊസിഷൻ ഉണ്ടാവാം, ഡ്രൈവേഴ്സിന്റെ പൊസിഷൻ ഉണ്ടാവാം. അങ്ങനെ പല പൊസിഷൻസ് ഉണ്ട്. അതിനൊരു ഹൈറാർക്കി അനുസരിച്ച് അറേഞ്ച് ചെയ്യുക. അതിനാണ് നമ്മൾ തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഫോർ ഡിസൈനിങ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ഫോളോഡ്. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആരുടെ അണ്ടറിലായിരിക്കണം, ആരുടെ അതോറിറ്റിയിലായിരിക്കണം, എത്ര വർക്കേഴ്സ് വേണം, അവര് ആരൊക്കെ ആയിരിക്കണം ആരുടെ അണ്ടറിൽ എന്നതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നു, എന്നൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ പറയുന്ന സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. വെറുതെ ഒരാളെ പിടിച്ചിട്ട് ഒരാളുടെ അണ്ടറിൽ ഇടുകയല്ല, അത് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, അതനുസരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഫസ്റ്റ്, ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവ് ഓഫ് എന്റർപ്രൈസ് അല്ലെ ഓർഗനൈസേഷൻ അല്ലെ കമ്പനി ഒബ്ജക്റ്റീവ് എന്താ ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു കാർ ഇൻഡസ്ട്രി ആണെങ്കിൽ 10,000 കാർ ഒരു മാസം ഇറക്കണം, അതാണ് ഒബ്ജക്റ്റീവ് വിചാരിച്ചത്. ഡിറ്റർമൈൻസ് ഫങ്ഷൻസ് നെസസറി ടു അച്ചീവ് ദോസ് ഒബ്ജക്റ്റീവ്സ്. ആ 10,000 കാർ ഇറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫങ്ഷൻസ് പെർഫോം ചെയ്യണം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, റോ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കണം. രണ്ടാമത്തെ, കാറിനെ ഡിസൈൻ ചെയ്യണം. മൂന്നാമത്തെ, നമ്മളെ കാറിന്റെ ഫിറ്റിംഗ്, ഓരോ സെക്ഷൻ മൊത്തം അസംബ്ലിങ്. ഓക്കെ, പിന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് നടത്തണം, അതിന് വേറൊരു സെക്ഷൻ വേണം. ട്രാൻസ്പോർട്ടേഷന് വേറൊരു സെക്ഷൻ വേണം. ഓക്കെ, ഫിനാൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വേറൊരു സെക്ഷൻ വേണം. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ്. അത് ഏതൊക്കെ ഫങ്ഷൻസ് ഉണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഗ്രൂപ്പ് റിലേറ്റഡ് ഫങ്ഷൻസ്. ഓക്കെ, റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസിനെ എല്ലാം ഗ്രൂപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫിനാൻസ് ഇൻവോൾവ് ആണ്, കാശ് വേണ്ടേ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ കുറെ സാധനങ്ങൾ വേണം, അതിന് ഫിനാൻസ് അഗെയിൻ വേണം. സെയിൽസ്, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് പെട്രോൾ അടിക്കാനും വണ്ടി കൊണ്ടുപോകാനും അതിനെല്ലാം ഫിനാൻസ് വേണം, ക്യാഷ് വേണം, അത് അഗെയിൻ അവിടെയും ഫിനാൻസ് ഉണ്ട്. സെയിൽസ് ചെയ്യുമ്പോൾ അവിടെ ഫിനാൻസ് ഉണ്ട്, അവിടെയും ക്യാഷിന്റെ ഡീലിങ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാക്കുക. അതായത് ഇതെല്ലാം ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പർച്ചേസുകൾ എവിടെയൊക്കെ നടക്കുന്നു അതെല്ലാം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാക്കുക. കാരണം ദേ ആർ റിലേറ്റഡ്, ക്യാഷ് റിലേറ്റഡ്. സോ അത് മാത്രമല്ല ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷൻ. സോ ഹെൻസ് they must be grouped inside the finance department. Outline various positions to be filled. അതായത് എവിടെയൊക്കെ എത്ര ആൾക്കാർ വേണം. 10,000 കാർ ഇപ്പൊ നമുക്ക് അടുത്ത മാസം തൊട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണ്, എത്ര വർക്കേഴ്സ് ഇനി വേണം, എവിടെയൊക്കെ വേണം, സെയിൽസിലാണോ വേണ്ടത്, പർച്ചേസിലാണോ വേണ്ടത്, അസംബ്ലിംഗ് സെക്ഷനിലാണോ വേണ്ടത്, എവിടെയാണ് വേണ്ടത്, അതെല്ലാം നമ്മൾ വേരിയസ് പൊസിഷൻ നമ്മൾ ഫില്ല് ചെയ്യണം, കണ്ടെത്തുക, ഫില്ല് ചെയ്യണം. പ്രിപ്പയർ ജോബ് ഡിസ്ക്രിപ്ഷൻ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കണം. ഓരോ ജോബിനും ഇപ്പൊ സെയിൽസിന് എങ്ങനത്തെ ആളെയാണ് വേണ്ടത്, അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താ വേണ്ടത്, അയാൾക്ക് സാലറി എത്രയാണ് കൊടുക്കേണ്ടത്, അവർക്ക് ഇൻസെന്റീവ് ബോണസും മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്, അതെല്ലാം. ഡ്യൂട്ടീസ് അതേപോലെ അസംബ്ലിംഗ് സെക്ഷനിൽ, അങ്ങനെ ഓരോ സെക്ഷനിലും ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യണം. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഓരോരുത്തരും ഓരോ സെക്ഷനിലും ഓരോരുത്തർ എടുക്കുന്ന പുതിയ ആൾക്കാരെ ഡ്യൂട്ടീസ് എന്താ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കൃത്യമായിട്ട് പറയണം. ഓക്കെ, recruit suitable persons to fill with. Okay, ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്തതിനു ശേഷം
നമ്മളെ പൊസിഷൻസ് ടു ബി ഫിൽഡ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തല്ലോ, എത്ര പൊസിഷൻ ഉണ്ട്, എവിടെയൊക്കെ ഫില്ല് ചെയ്യണം എന്നെല്ലാം നമ്മൾ മനസ്സിലായല്ലോ. ഇനി അതിനനുസരിച്ച് ആൾക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അസൈൻ അഡിക്കേറ്റ് അതോറിറ്റി റിക്കാർഡ് ഫോർ ദ ജോബ്. ഇനി ഇപ്പോ അവർക്ക് റെസ്പോൺസിബിലിറ്റി പറഞ്ഞു കൊടുക്കുക, ഡ്യൂട്ടീസ് പറഞ്ഞു കൊടുക്കുക, എല്ലാം പറഞ്ഞു കൊടുക്കുക. പക്ഷെ അതോറിറ്റി കൊടുക്കേണ്ട ആളാണെങ്കിൽ അതോറിറ്റി കൊടുക്കണം. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഡിസിഷൻസ് ടു പവർ ടു കൺട്രോൾ, അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാനുള്ള എന്താ പറയാ പവർ കൊടുക്കുക, അതിനാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ മാനേജർ തസ്തികയിൽ ഒരാളെയാണ് എടുക്കുന്നതെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും അതോറിറ്റി കൊടുക്കണം. കാരണം അയാളുടെ പണി എന്താ, മാനേജ് ചെയ്യുക വർക്കേഴ്സിനെ, അല്ലെ? അപ്പൊ അതിന് അതോറിറ്റി കൊടുക്കണം. സോ അങ്ങനെ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ, ലൈൻ, മിലിറ്ററി ഓർ സ്കേലാർ ഓർഗനൈസേഷൻ, രണ്ടാമത്തെ ഫംഗ്ഷൻ ഓർഗനൈസേഷൻ, മൂന്നാമത്തെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ആദ്യത്തെ നോക്കാം, ലൈൻ, മിലിറ്ററി ഓർ സ്കേലാർ ഓർഗനൈസേഷൻ. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഒരു ജനറൽ മാനേജറിന്റെ അണ്ടറിൽ സെയിൽസ് മാനേജർ ഉണ്ടാവും, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടാവും, പേഴ്സണൽ മാനേജർ ഉണ്ടാവും, മാർക്കറ്റിംഗ് മാനേജർ ഉണ്ടാവും. പ്രൊഡക്ഷൻ മാനേജറിന്റെ അകത്ത് അണ്ടറിൽ ഫോർമാൻ 1, ഫോർമാൻ 2, ഫോർമാൻ 3 ഉണ്ടാവും. ഫോർമാൻ 1ന്റെ അകത്ത് കുറെ വർക്കേഴ്സ് ഉണ്ടാവും, ഫോർമാൻ 2ന്റെ അണ്ടറിൽ കുറെ വർക്കേഴ്സ് ഉണ്ടാവും, ഫോർമാൻ 3ന്റെ അണ്ടറിൽ കുറെ വർക്കേഴ്സ് ഉണ്ടാവും. ഇതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ജനറൽ മാനേജറിന്റെ അണ്ടറിൽ വേറെ കുറെ മാനേജർ, അവരുടെ അണ്ടറിൽ കുറെ ഫോർമാൻ, അവരുടെ അണ്ടറിൽ കുറെ വർക്കേഴ്സ്. അതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പൊ ലൈൻ, മിലിറ്ററി ഓർ സ്കേലാർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു ലൈൻ രീതിയിലാണ് പവർ ഫ്ലോ നടക്കുന്നത്, അല്ലെ? അതോറിറ്റി, ജനറൽ മാനേജറിന് ഏറ്റവും കൂടുതൽ പവർ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെറ്റ് ഓഫ് മാനേജേഴ്സിന് പവർ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർമാനിന് പവർ, അത് കഴിഞ്ഞാൽ വർക്കേഴ്സിന്. അപ്പൊ ഏറ്റവും കൂടുതൽ പവർ, അപ്പൊ താഴത്തിന് മേലോട്ട് വരുന്നതെന്ന് വെച്ചാൽ പവർ അല്ല അതോറിറ്റി കുറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ നമുക്ക് കുറഞ്ഞു വരിക. ഇനി റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ കൂടുതൽ വർക്ക് പെർഫോം ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സ്, പിന്നെ അതിനെക്കാട്ട് കുറവ് ഫോർമാൻ, അതിനെക്കാട്ട് അങ്ങനെ കുറഞ്ഞു പോകും. സോ ഇവിടെ നമുക്ക് പറയാം ഈ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു പഴയ ഒരു മിലിറ്ററി സ്ട്രക്ചറുമായിട്ട് സിമിലർ ആയിട്ട് തോന്നുന്നതിനെ കൊണ്ട് അതിന്റെ പേര് ഇങ്ങനെ വരുന്നത് ലൈൻ, മിലിറ്ററി ഓർ സ്കേലാർ ഓർഗനൈസേഷൻ. കാരണം നമ്മൾ ഒരു മിലിറ്ററിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫീൽഡ് മാർഷൽ ഉണ്ടാവും, ആ ഒരു ആർമിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു ഫീൽഡ് മാർഷൽ ഉണ്ടാവും, അവരുടെ അണ്ടറിൽ ഒരു ജനറൽ ഉണ്ടാവും, അവരുടെ അണ്ടറിൽ ഒരു ലെഫ്റ്റനന്റ് ജനറൽ ഉണ്ടാവും, അവരുടെ അണ്ടറിൽ മേജർ ജനറൽ ഉണ്ടാവും, അവരുടെ അണ്ടറിൽ പിന്നെ നമ്മളെ എന്താ പറയാ ബ്രിഗേഡിയർ ഉണ്ടാവും, പിന്നെ അവരുടെ അണ്ടറിൽ കേണൽ ഉണ്ടാവും, പിന്നെ ലെഫ്റ്റനന്റ് കേണൽ ഉണ്ടാവും, അവരുടെ അണ്ടറിൽ മേജർ ഉണ്ടാവും, പിന്നെ ക്യാപ്റ്റൻ ഉണ്ടാവും, പിന്നെ ലെഫ്റ്റനന്റ്, അങ്ങനെ പവർ കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ മേലോട്ട് പോകുന്നതനുസരിച്ച് പവർ കൂടിക്കൂടി പോവുക. അപ്പൊ ഫീൽഡ് മാർഷൽ ഒരു ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പിന്നെ പാസ് ചെയ്ത് പോവുക കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്ക്. സോ ആ ഒരു മിലിറ്ററി ഓർഗനൈസേഷൻ സിമിലർ ആണ് ഇവിടുത്തെ ലൈൻ. അതുകൊണ്ടാണ് ഇന്ന് മിലിറ്ററി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ക്ലിയർ ആൻഡ് ഡയറക്റ്റ് ലൈൻ ഓഫ് റെസ്പോൺസിബിലിറ്റിയാണ്, ആരെന്ത് ചെയ്യണം ക്ലിയർ ആണ്. ഇനി ഇവിടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആണ് ഈ സംഭവം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആണ്. ഡിസിപ്ലിൻ, ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. കാരണം ആരെന്ത് ചെയ്യണം, കാരണം ഇവരെ ഇപ്പൊ പ്രൊഡക്ഷൻ മാനേജറിന്റെ അണ്ടറിൽ ഫോർമാൻ അണ്ടറിൽ ഇത്രയും വർക്കേഴ്സ്, ഈ വർക്കർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഫോർമാനാ നോക്കേണ്ടത്. ഈ വർക്കർ വർക്ക് ചെയ്യാത്ത ഈ ഫോർമാൻ നോക്കിയിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കുക, അത് മാനേജ് ചെയ്യേണ്ടത് പ്രൊഡക്ഷൻ മാനേജറാണ്, അതിന്റെ മുകളിൽ ജനറൽ മാനേജർ ഉണ്ട്. സോ അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഓരോരുത്തർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ആൾക്കാരുണ്ട്. സോ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളതാണ്. ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൻസ് ക്വിക്ക് ഡിസിഷൻ പോസിബിൾ. ഓക്കെ, ഒരു കൺഫ്യൂഷനും ഇല്ല. ഈ വർക്കറിന്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ജനറൽ മാനേജർ ഫോർമാനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, കൃത്യമായിട്ടും അറിയാം. ഈ ഫോർമാൻ 3 ഫോർമാൻ 1 ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ല, കാരണം ഈ വർക്കർ ഈ ഫോർമാൻ അണ്ടറിലാണ് കൃത്യമായിട്ടും അറിയാം. സോ ഒരു കൺഫ്യൂഷനും ഇല്ല, ഒന്നുമില്ല. സോ ലീഡ്സ് ടു ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്വിക്ക് ഡിസിഷൻ പോസിബിൾ. ഡിസഡ്വാൻറ്റേജ്, ഇത് ചെറിയ ഓർഗനൈസേഷനിലൊക്കെ പറ്റും. ഓക്കെ, ഒരുപാട് വലിയ ഓർഗനൈസേഷൻ ആവുമ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. ഓക്കെ, കുറച്ച് ആൾക്കാർ മാത്രമുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ഇത് പറ്റും. ഡിക്ടോറിയൽ വേ ഓഫ് വർക്കിംഗ്, ഇവിടെ പ്രത്യേകിച്ച് വലിയ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇന്നോവേഷന് വല്ല സാധ്യതയൊന്നുമില്ല. മുകളിലത്തെ ആൾക്കാർ എന്ത് പറയുന്നു അത് താഴത്തവർ അനുസരിക്കുക, അവരെന്ത് പറയുന്നു അതിന്റെ താഴത്തവർ അനുസരിക്കുക, അവരെന്ത് പറയുന്നു അതിന്റെ താഴത്തവർ അനുസരിക്കുക. സോ അതൊരു ഡിക്ടോറിയൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആ ഡിക്ടോറിയൽ വേ ഇന്നോവേഷന്റെ സാധ്യതകളൊന്നുമില്ല, എന്ത് പറയുന്നു അതങ്ങോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ പുതിയതായിട്ട് എന്റെ ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക അങ്ങനെയൊന്നുമില്ല. ഇന്നോവേഷൻ ചാൻസ് ഭയങ്കര കുറവാണ്.
ഓവർലോഡിങ് ഓഫ് ഡ്യൂട്ടീസ് ഭയങ്കരമായിട്ട് ഒരാളുടെ മുകളിൽ തന്നെ ഫുൾ ഡ്യൂട്ടീസും വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ ആൻഡ് മാനുവൽ ഡ്യൂ ടു ലാക്ക് ഓഫ് സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ്. ഓക്കെ, ഇപ്പൊ ഒരു വർക്കറിന് ഇപ്പൊ നമുക്കൊരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഒരു സെയിൽസ് നടത്തണമെങ്കിൽ നമ്മളൊരു സംഭവം ഒരു കാർ ഇപ്പൊ നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, ഓക്കെ, മാനുഫാക്ചർ ചെയ്തു, അത് നമുക്ക് സെയിൽസ് നടത്തണം എന്ന് വിചാരിച്ചാൽ, ഓക്കെ, ഇപ്പൊ സെയിൽസ് നടത്തണമെങ്കിൽ ഈ പ്രൊഡക്ഷൻ മാനേജറിന് ചിലപ്പോൾ സെയിൽസിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അത് കാര്യമായിട്ടും ആർക്കായിരിക്കും ഉണ്ടാവുക? സെയിൽസ് മാനേജറിനായിരിക്കും കാര്യമായിട്ട് ധാരണ. ഓക്കെ, അപ്പൊ ചിലപ്പോ ഇവിടെ ഈ വർക്കർ സെയിൽസ് നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു സാധനം കൊണ്ടുപോയി ഒരു പ്രത്യേക രീതിയിൽ അത് സെയിൽ നടത്തണമെങ്കിൽ ചിലപ്പോ ഈ വർക്കർ ഇപ്പൊ ഫോർമാൻ 2 അണ്ടറിലായതുകൊണ്ട് ഫോർമാൻ 2 ചോദിക്കും. ഫോർമാൻ ചിലപ്പോൾ അയാളുടെ മുകളിൽ പ്രൊഡക്ഷൻ മാനേജർ ആയിരിക്കും അയാളുടെ അടുത്തായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ ഇയാൾ എടുക്കുന്ന ഡിസിഷൻ ചിലപ്പോൾ വളരെ അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കില്ല. കാരണം ചിലപ്പോൾ അയാൾക്ക് സെയിൽസിനെ കുറിച്ച് ഒരു പിടുത്തം ഉണ്ടാവില്ല. അത് സെയിൽസ് മാനേജറിനായിരിക്കും കാര്യമായിട്ടും പിടുത്തം ഉണ്ടാവുക. സോ അങ്ങനെ ഒരു കേസിൽ ചിലപ്പോൾ ഒരുപാട് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയലും മാൻ ഹവർ ഇതൊക്കെ നടന്നെന്ന് വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സെയിൽസ് മാനേജറിന് അറിയാം ഇപ്പൊ ഒരു മാസം ഉണ്ടാക്കേണ്ട 10,000 കാറുകളാണ് ഉണ്ടാക്കേണ്ടത് സെയിൽസ് മാനേജറിന് അറിയാം. പക്ഷെ ആ 10,000 കാറുകൾ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ മാർക്കറ്റിൽ വല്ല ഫ്ലക്ച്വേഷൻ അങ്ങനെ വല്ലതും നടന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ സെയിൽസ് മാനേജറിന് മനസ്സിലായി 10,000 കാറുകൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 10,000 എണ്ണം വിറ്റ് പോകാൻ വളരെ പ്രയാസമാണ്. അപ്പൊ അതിന്റെ പകരം ഒരു എന്താ പറയാ 9,000 കാർ മതിയെങ്കിൽ സെയിൽസ് മാനേജറിന് അതിന്റെ കാര്യങ്ങൾ സെയിൽസിനെ കുറിച്ച് അറിയായിരിക്കും. പക്ഷെ ഇത് പ്രൊഡക്ഷൻ മാനേജർ അറിഞ്ഞിട്ടുണ്ടാവില്ല മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻ ഒന്നും. അയാളെ 10,000 തന്നെ ഉണ്ടാക്കും. ചിലപ്പോൾ അത്രയും മാൻ ഹവറും വേസ്റ്റേജും കാര്യങ്ങളൊക്കെ നടക്കും. ബാക്കി 1000 കാറുകൾ ചിലപ്പോൾ വെറുതെ കിടക്കും. അപ്പൊ അത് വേസ്റ്റേജ് കൂടും. സോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ കേസിൽ. ഇനി അടുത്തത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് കാണാം. ജനറൽ മാനേജറിന്റെ അവരുടെ അണ്ടറിൽ പ്രൊഡക്ഷൻ മാനേജർ, പേഴ്സണൽ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, അവരുടെ അണ്ടറിൽ ഫോർമാൻ, പേഴ്സണൽ മാനേജറിന്റെ അണ്ടറിൽ സൂപ്രണ്ടന്റ്, മാർക്കറ്റിംഗ് മാനേജറിന്റെ അണ്ടറിൽ അക്കൗണ്ടന്റ്, പിന്നെ ഫോർമാന്റെ അണ്ടറിൽ വർക്കർ ഉണ്ട്, ഇവിടെ വർക്കേഴ്സ് ഉണ്ട്, ഇവിടെ വർക്കേഴ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പത്തെ കേസിൽ എങ്ങനെയായിരുന്നു? പ്രൊഡക്ഷൻ മാനേജറിന്റെ അണ്ടറിലാണ് ഫോർമാൻ ഉണ്ടായിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമാൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മാനേജറിന്റെ അണ്ടറിൽ മാത്രമല്ല പേഴ്സണൽ മാനേജറിനും കോൺടാക്റ്റിലുണ്ട്, മാർക്കറ്റിംഗ് മാനേജറിന്റെ കോൺടാക്റ്റിലുണ്ട്. ഇവിടെ സൂപ്രണ്ട് ആണെങ്കിൽ പ്രൊഡക്ഷൻ മാനേജറിന്റെ അണ്ടറിലുമാണ്, പേഴ്സണൽ മാനേജറിന്റെ അണ്ടറിലാണ്, മാർക്കറ്റിംഗ് മാനേജറിന്റെ അണ്ടറിലാണ്. അതേപോലെ അക്കൗണ്ടന്റ്, അതേപോലെ വർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയുന്നതും കേൾക്കാം, സൂപ്രണ്ട് പറയുന്നതും കേൾക്കാം, അക്കൗണ്ടന്റ് പറയുന്നു സ്വീകരിച്ചെന്ന് വരാം. ഓക്കെ, അപ്പൊ സോ അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡയഗണൽ റിലേഷൻസ് ഉണ്ട്. മറ്റേ ലീനിയർ റിലേഷൻ അല്ലെ സ്കേലാർ അല്ലെ ലൈൻ റിലേഷൻ ആയിരുന്നു, നേരെ ആയിരിക്കും റിലേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ റിലേഷൻ ഉണ്ട്. ഓക്കെ, so an element of specialization is introduced in it. Here overall responsibility is divided according to functions to be performed. അതായത് ഇവിടെ ഒരു ചെറിയൊരു മറ്റേ ലൈൻ ഓർഗനൈസേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ സ്പെഷ്യലൈസേഷൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഏത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള ആളെ അഡ്വൈസ് സ്വീകരിക്കുക എന്നൊരു രീതിയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ വർക്കറിന്റെ അയാൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, ഓക്കെ, അയാൾക്ക് എത്ര സാലറി കിട്ടി, അയാൾക്ക് ഇൻസെന്റീവ് എത്ര കിട്ടാണ്ട്, ഈ കാര്യങ്ങളൊക്കെ അക്കൗണ്ടന്റ് അടുത്ത് ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അയാളുടെ നേരെ മുകളിലെ ഫോർമാന്റെ അടുത്ത് ചോദിച്ചാൽ ഫോർമാനിന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ അക്കൗണ്ടന്റ് ഓരോ വർക്കേഴ്സിന്റെ അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നതിനെ കൊണ്ട് അക്കൗണ്ടന്റ് എടുത്ത് ചോദിച്ചാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. സോ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണോ അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇത് റെസ്പോൺസിബിലിറ്റി തീരുമാനിക്കുന്നത്. സോ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ് യൂസ് ടു ഗിവ് എക്സ്പേർട്ട് അഡ്വൈസ് ടു വർക്കേഴ്സ് വിച്ച് റെഡ്യൂസസ് വേസ്റ്റേജ്. മറ്റേ വേസ്റ്റേജ് കൂടുതലുണ്ട്. ഇവിടെ വേസ്റ്റേജ് മറ്റേ ലൈൻ ഓർഗനൈസേഷനെ കമ്പയർ ചെയ്യുമ്പോൾ കുറയും. കാരണം നമ്മൾ കുറച്ചും കൂടി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി ക്വാളിറ്റി ഓഫ് വർക്ക് നന്നാവും, എഫിഷ്യൻസിയും ബെറ്റർ ആവും. ഓക്കെ, ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് കുറച്ച് റിലീഫ് കിട്ടും. കാരണം ഈ അയാളുടെ സാലറിയും ഇൻസെന്റീവും വർക്കിംഗ് അവേഴ്സും ഇതിനെ കുറിച്ചെല്ലാം അയാൾക്ക് അറിയണമെങ്കിൽ സാലറി സ്ലിപ്പിനെ കുറിച്ചൊക്കെ അറിയേണ്ട അക്കൗണ്ടന്റ് അടുത്ത് ചോദിച്ചാൽ മതി. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. മുമ്പത്തെ കേസിൽ എങ്ങനെയായിരുന്നു? എല്ലാം ഇയാളുടെ എന്ത് കാര്യം അറിയണമെങ്കിൽ ഈ ഫോർമാന്റെ അടുത്താണ് ചോദിക്കേണ്ടത്, അല്ലെ? ഫോർമാൻ വഴി വേണം പിന്നെ ബാക്കിയുള്ളവരുടെ അടുത്ത് എല്ലാം എത്താൻ വേണ്ടിയിട്ട്, പ്രൊഡക്ഷൻ മാനേജർ വഴി. സോ ഇവിടെ അങ്ങനെയല്ല. നമ്മളെ എന്താ പറയാ
അത് നമ്മുടെ ഫംഗ്ഷൻ എന്താണോ അതിനനുസരിച്ച് വേണം ഞാൻ അക്കൗണ്ടന്റിനെ കോൺടാക്ട് ചെയ്യണോ, സൂപ്പറിനെ കോൺടാക്ട് ചെയ്യണോ, അതോ ഫോർമാനെ കോൺടാക്ട് ചെയ്യണോ തീരുമാനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഫോർമാൻ അല്ലെങ്കിൽ നേരെ മുകളിൽ ആളുടെ വലിയൊരു കുറെ റിലീഫ് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ എല്ലാം അയാൾ നോക്കേണ്ടിയിരുന്നു. ഇപ്പൊ ഇവിടെ വർക്കർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളെ പോയി കണ്ടിട്ട് കാര്യങ്ങൾ ക്ലിയർ ആയിക്കോളും. സെപ്പറേറ്റ്സ് മെന്റൽ വർക്ക് ഫ്രം ഫിസിക്കൽ വർക്ക്. ഓക്കെ, മേക്സ് പോസിബിൾ ഡെവലപ്മെന്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം വർക്കിന്റെ കാര്യങ്ങളാണ് ഫോർമാൻ്റെ അടുത്ത് ചോദിക്കുക, അക്കൗണ്ടന്റ് അവന്റെ അയാളുടെ ഇതിന്റെ കാര്യങ്ങളാണ് സാലറി മറ്റു കാര്യങ്ങൾ അക്കൗണ്ടന്റ് എടുത്ത് ചോദിക്കാം, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സൂപ്പറിന്റെ എടുത്ത് ചോദിക്കാം. പക്ഷെ ചില കാര്യങ്ങൾ ചില വർക്കുകളെല്ലാം കോമൺ ആയിട്ട് ഈ മൂന്ന് ആൾക്കാരുടെ അണ്ടറിൽ അല്ലാത്ത ചില വർക്കുകൾ വരും. അത് ആരെടുത്ത് ചോദിക്കണം ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. അത് ക്ലിയർ അല്ല. കാരണം ഈ വർക്കറിന്റെ നേരെ മുകളിൽ ഫോർമാൻ്റെ സൂപ്പറിന്റെ അക്കൗണ്ടന്റ്, ഇതിനകത്ത് ആരെടുത്ത് ചോദിക്കണം എന്ന് പല കാര്യങ്ങളും ക്ലിയർ അല്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മറ്റേന്റെ കേസിൽ അങ്ങനെയല്ല, നേരെ മുകളിൽ ഫോർമാൻ ആണ്, അപ്പൊ എന്ത് കാര്യമായാലും ഫോർമാൻ്റെ അടുത്താണ് ചോദിക്കേണ്ടത്. ഓക്കെ, സോ അങ്ങനെ ലാക്ക് ഓഫ് കോർഡിനേഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡിസിപ്ലിൻ കീപ്പിംഗ് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, കാരണം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരാളുടെ അണ്ടറിലല്ല, 3, 4, 5 ആൾക്കാരുടെ അണ്ടറിലായിരിക്കും നമ്മൾ. അപ്പൊ ആര് വേണം ആരെ കൺട്രോൾ ചെയ്യാൻ? എല്ലാവർക്കും ഒരു വർക്കറിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, പക്ഷെ ആര് കൺട്രോൾ ചെയ്യുന്ന ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ വരും. സോ അത് കാരണത്താൽ ഡിസിപ്ലിൻ കീപ്പിംഗ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. റെസ്പോൺസിബിലിറ്റി കീപ്പിംഗും ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, എക്സ്പെൻസീവ് ആണ്, കാരണം എക്സ്പേർട്സിന്റെ എണ്ണം കൂടി. അടുത്ത ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ലൈൻ ആൻഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ ഒരു ലൈൻ ഉണ്ട്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടർ, അവരുടെ അണ്ടറിൽ ജനറൽ മാനേജർ, അവരുടെ അണ്ടറിൽ വർക്ക് മാനേജർ, അവരുടെ അണ്ടറിൽ സൂപ്പറണ്ട്, അവരുടെ അണ്ടറിൽ ഫോർമാൻ, അവരുടെ അണ്ടറിൽ വർക്ക്. ഇത് കൂടാതെ സ്റ്റാഫ് ഇതാണ് ഒരു ലൈൻ, പവർ ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഏറ്റവും കൂടുതൽ പവർ കൂടിയ ആള്, പിന്നെ അതിനെക്കാട്ട് കുറഞ്ഞ പവർ, പിന്നെ അതിനെക്കാട്ട് താഴോട്ട് പോകുമ്പോൾ വീണ്ടും പവർ കുറഞ്ഞ, അങ്ങനെ. ഇനി സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് സ്റ്റാഫ്. ഓക്കെ, സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഫോർ എക്സാമ്പിൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കാര്യങ്ങൾ സെക്രട്ടറിമാര് സപ്പോർട്ട് ചെയ്യും, ലീഗൽ അഡ്വൈസറും അവരെ സപ്പോർട്ട് ചെയ്യും. ലീഗൽ കാര്യം ബോർഡ് ഓഫ് ഡയറക്ടറിന് ലീഗൽ അഡ്വൈസ് വല്ലതും വേണമെങ്കിൽ ലീഗൽ അഡ്വൈസർ എടുത്ത് ചോദിക്കാം. വേറെ ഡെയിലി റൂട്ടീനും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സെക്രട്ടറിന്റെ അടുത്ത് ചോദിക്കുക, സെക്രട്ടറി ആയിരിക്കും നോക്കുന്നത്. സോ ഈ ലൈൻ ഓഫ് ആക്ഷനിലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡിലെ സ്റ്റാഫുകൾ ഉണ്ടാവുക. ഇപ്പം ജനറൽ മാനേജർ ആണെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ അക്കൗണ്ട്സ് മാനേജർ ഉണ്ടാവും. പേഴ്സണൽ കാര്യങ്ങൾ മറ്റേ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പേഴ്സണൽ മാനേജർ ഉണ്ടാവും. സെയിൽസിന്റെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സെയിൽസ് മാനേജർ ഉണ്ടാവും. പർച്ചേസിന്റെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പർച്ചേസ് മാനേജർ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാഫുകൾ ഈ ആ സ്റ്റാഫിൽ വരുന്ന ആൾക്കാർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ലീഗൽ കാര്യങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലീഗൽ അഡ്വൈസർ ആയിരിക്കും. സെയിൽസ് കാര്യങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെയിൽസ് മാനേജർ ആയിരിക്കും. അങ്ങനെ ഈ മെയിൻ ലൈനിൽ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ജനറൽ ആൾക്കാരായിരിക്കും. ബോർഡ് ഓഫ് ഡയറക്ടറിലുള്ള ആൾക്കാർക്ക് എല്ലാം അറിയണം ഇരിക്കില്ല. ഓക്കെ, അപ്പൊ അവർ സ്പെഷ്യലിസ്റ്റുകളുടെ അഡ്വൈസ് നേടും. ജനറൽ മാനേജറിന് എല്ലാം അറിയുന്നില്ല, സോ അവർ സ്പെഷ്യലിസ്റ്റുകളുടെ ഹെൽപ്പ് നേടും. അങ്ങനെയാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ അകത്ത് കാര്യങ്ങൾ നടക്കുന്നത്. The power of command always remains with line executives and staff supervisors guide, advise and counsel the line executives. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ ആരെടുത്താള്? ഈ ലൈനിലുള്ള ആൾക്കാരെടുത്ത പവർ. പക്ഷെ അവർക്ക് അഡ്വൈസ് കൊടുക്കുക, അവരെ കൗൺസിൽ ചെയ്യുക, മറ്റു കാര്യങ്ങളെല്ലാം ഈ സ്റ്റാഫുകളായിരിക്കും ചെയ്യുക. അഡ്വാൻറ്റേജ്, എക്സ്പേർട്ട് അഡ്വൈസ് കാരണത്താൽ, സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് കിട്ടിയാലേ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ കുറയും, മാൻ അവർ കുറയും, മണി വെറുതെ വേസ്റ്റ് ആവില്ല. അങ്ങനെ ലൈൻ എക്സിക്യൂട്ടീവ്സ് ഇന്ന് കുറെ കാര്യങ്ങൾ വളരെ ആശ്വാസം ഉണ്ടാവും. കാരണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നോക്കാം, ഒരു എന്തെങ്കിലും ലീഗൽ കേസ് വന്നാൽ ബോർഡ് ഓഫ് ഡയറക്ടർ ആൾക്കാർ ഓടേണ്ടി വന്നേനെ. അവർക്കൊന്നും അറിയില്ല. അപ്പൊ അവർ പോയി ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്കും, പറയുകയും ചെയ്യണം. പക്ഷെ ഇവർക്ക് ഓൾറെഡി ഒരു ലീഗൽ അഡ്വൈസർ ഉണ്ടെങ്കിൽ ഇവർക്ക് ഒന്നും അറിയണ്ട. ഇവർ ജസ്റ്റ് ആ ലീഗൽ അഡ്വൈസറിന്റെ അടുത്ത് ഈ കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി, അവരത് നോക്കിയോളൂ. സോ ഇവർക്ക് ഭയങ്കര ആശ്വാസമായി. അതേപോലെ ജനറൽ മാനേജറിന് എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ. ഇപ്പൊ സെയിൽസിന്റെ കാര്യങ്ങൾ അതും ഇയാൾ ചെയ്യേണ്ടി വന്നേനെ, പർച്ചേസിന്റെ കാര്യങ്ങൾ അതും ഇയാൾ ചെയ്യേണ്ടി വന്നേനെ, അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ അതും ഇയാൾ ചെയ്യേണ്ടി വന്നേനെ. സോ അതെല്ലാം ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അത് കുറച്ചും കൂടി സിമ്പിൾ ആയി, അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കും. സെയിൽസിന്റെ കാര്യമാണെങ്കിൽ സെയിൽസ് മാനേജറിനെ ഏൽപ്പിക്കും, അയാൾ അതിന്റെ കാര്യങ്ങൾ ചെയ്തോളൂ. പർച്ചേസിന്റെ കാര്യമാണ് പർച്ചേസ് മാനേജറിനെ ഏൽപ്പിക്കും, അയാൾ അതിന്റെ കാര്യങ്ങൾ ചെയ്തോളൂ. അങ്ങനെ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, കൺഫ്യൂഷൻ
ഓർഗനൈസേഷൻ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല. കാരണം എല്ലാവരും കൃത്യമായിട്ടും ഓരോരുത്തർ അണ്ടറിലാണല്ലോ. ലൈൻ ഓർഗനൈസേഷനിൽ അതിന്റെ അഡ്വാൻറ്റേജും ഉണ്ട്, ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ അതിന്റെ അഡ്വാൻറ്റേജും ഉണ്ട്. ഇതിന്റെ കേസിൽ ഡിസഡ്വാൻറ്റേജ് ഹൈ സാലറി ഓഫ് സ്റ്റാഫ് എക്സിക്യൂട്ടീവ്സ് ഓഫ് പ്രൊഡക്റ്റ് കോസ്റ്റ് ഇൻക്രീസസ്. തീർച്ചയായിട്ടും ഈ അഡ്വൈസേഴ്സ് എല്ലാവരും സ്പെഷ്യലിസ്റ്റുകളല്ലേ. ഓക്കെ, ഈ സ്പെഷ്യലിസ്റ്റുകളുടെ സാലറി കൂടും. സോ പ്രൊഡക്റ്റ് നമ്മൾ ഫൈനലായിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ കാശും കൂടും. കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ് എക്സിക്യൂട്ടീവ്സ്. ലൈൻ എക്സിക്യൂട്ടീവ്സിനാണ് കാര്യമായിട്ടും തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ ഉള്ളതെങ്കിൽ പോലും ഇവരെ സ്പെഷ്യലിസ്റ്റുകളാണ്. അവർക്ക് അവരുടെ തീരുമാനങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ലൈനും സ്റ്റാഫും എക്സിക്യൂട്ടീവ്സ് തമ്മിൽ കോൺഫ്ലിക്ട് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ലൈൻ എക്സിക്യൂട്ടീവ്സ് ലൂസ് എഫിഷ്യൻസി ഡ്യൂ ടു ഡിപെൻഡൻസി ഓൺ സ്റ്റാഫ് മെമ്പേഴ്സ്. ലൈൻ എക്സിക്യൂട്ടീവ് ശരിയാ, മുമ്പത്തെ ഓർഗനൈസേഷൻ ലൈൻ എക്സിക്യൂട്ടീവ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഭയങ്കര എഫിഷ്യൻസി ആയിരിക്കും, അവർക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് ഇപ്പോൾ സെയിൽസിന്റെ കാര്യം പറഞ്ഞാൽ നേരെ സെയിൽസ് എക്സിക്യൂട്ടീവിനെ അങ്ങ് ഏൽപ്പിക്കുക. ഇയാൾക്ക് ഇപ്പോൾ ജനറൽ മാനേജർ സെയിൽസിനെ കുറിച്ച് പ്രത്യേകിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവണമെന്നില്ല. സോ അയാളുടെ എഫിഷ്യൻസി കുറയാണ് ചെയ്യുന്നത്. ലൈൻ വേഴ്സസ് ഫങ്ഷണൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ, ഈ രണ്ടത്തിലെ വ്യത്യാസങ്ങൾ നോക്കാം. ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ in this organization authority and responsibility move downwards and accountability flows upwards. അതായത് ലൈൻ ഓർഗനൈസേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഏറ്റവും കൂടുതൽ പവർ അവരെക്കാട്ട് പവർ, അതായത് മുകളിൽ താഴേക്ക് വരുന്നതനുസരിച്ച് പവർ അല്ല അതോറിറ്റി കുറഞ്ഞു വരിക. ഇവിടുന്ന് ഓക്കെ, സോ ഇവിടുന്ന് മേലോട്ടേക്ക് വരുന്നതനുസരിച്ച് അക്കൗണ്ടബിലിറ്റി കൂടി വരിക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ എങ്ങനെയാ, കമ്പനി is divided into smaller groups based on specialized functional areas. ഓക്കെ, ഫങ്ഷണൽ ഓർഗനൈസേഷനകത്ത് ഇതുണ്ടോ, പ്രൊഡക്ഷൻ മാനേജർ, പേഴ്സണൽ മാനേജർ, ഇവർക്ക് എല്ലാ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് കോണ്ടാക്ട് ചെയ്താൽ മതി, ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റുകയാണ്. ഓക്കെ, സോ അങ്ങനെയാണ് ഇതിന്റെ കേസിൽ ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷനിൽ സിമ്പിളാ, ഈസി ടു ഓപ്പറേറ്റ്, ചീപ്പ് ആണ്. ഇവിടെ കോംപ്ലക്സ് ആണ്, കോസ്റ്റ്ലി ആണ്, കാരണം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അഡ്വൈസ് കിട്ടുന്നുണ്ട്, സോ കോസ്റ്റ്ലി ആണ്. ഇവിടെ ഡിസിപ്ലിൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ആരുടെ അണ്ടറിലാണ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് കൊണ്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അയാളുടെ മുകളിലത്തെ ആൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. ഫങ്ഷണൽ ഓർഗനൈസേഷൻ ലൂസ് ആണ്, സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ അത്ര സ്ട്രിക്റ്റ് ഒന്നല്ല. പിന്നെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഡയഗണൽ ആണ്. നിങ്ങൾക്ക് കാണാം, അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ എന്തെങ്കിലും ഒരു പ്രശ്നം കാണിച്ചാൽ ആര് ആക്ഷൻ എടുക്കണം, പ്രൊഡക്ഷൻ മാനേജർ ആണോ ആക്ഷൻ എടുക്കുന്നത്, പേഴ്സണൽ മാനേജർ ആണോ ആക്ഷൻ എടുക്കുന്നത്, മാർക്കറ്റിംഗ് മാനേജർ ആണോ ആക്ഷൻ എടുക്കുക, ആ ഒരു കൃത്യമായിട്ട് ഒരു ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് ഡിസിപ്ലിൻ അത്ര നല്ലതായിരിക്കില്ല ലൈൻ ഓർഗനൈസേഷനെ കമ്പയർ ചെയ്യുമ്പോൾ. സ്പെഷ്യലൈസേഷൻ ഇവിടെ കുറവാ, അവിടെ ഹൈ കൂടുതലാണ്. വർക്ക് ലോഡ് ടോപ്പ് ലെവലിൽ ഭയങ്കര വർക്ക് ഉണ്ടാവും. ഇവിടെ എല്ലാം ടോപ്പ് ലെവലത്തെ ആൾക്കാർ തന്നെ ചെയ്യേണ്ടി, ചെയ്യിപ്പിക്കുകയും ചെയ്യണം, ചെയ്യുകയും ചെയ്യണം. ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ വർക്ക് ലോഡ് കുറച്ചും കൂടി കുറയും, കാരണം സ്പെഷ്യലൈസ്ഡ് ആൾക്കാരെയാണ് നമ്മൾ പോയി കാണുന്നത്. അപ്രോപ്രിയേറ്റ്, ഇത് ചെറിയ ഓർഗനൈസേഷന് മാത്രമേ പറ്റൂ ലൈൻ ഓർഗനൈസേഷൻ, ഇത് വലിയ ഓർഗനൈസേഷനും പറ്റും. അടുത്ത ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ തമ്മിലെ വ്യത്യാസം. ലൈൻ ഓർഗനൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും മുകളിൽ താഴോട്ടേക്ക് കുറഞ്ഞു വരിക ചെയ്യുക. മീൻസ് അതോറിറ്റി കുറഞ്ഞു വരിക ചെയ്യുക, റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റി കൂടി വരിക ചെയ്യുക. ഓക്കെ, അക്കൗണ്ടബിലിറ്റി മുകളിലേക്ക് ഫ്ലോ ചെയ്യുക. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിലെ സ്പെഷ്യലിസ്റ്റ് ആൾക്കാരെയാണ് ലൈൻ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യലിസ്റ്റ് ആൾക്കാരെ ഗൈഡൻസും സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ കമാൻഡ് ആണ്. ഇവിടെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ കമാൻഡും ഉണ്ട്, അഡ്വൈസും ഉണ്ട്. അതായത് ഇവിടെ കമാൻഡിങ് നടക്കുന്നു, ഇയാളെ കമാൻഡ് ചെയ്യുന്നു, ഈ ജനറൽ മാനേജർ വർക്ക് മാനേജറിനെ കമാൻഡ് ചെയ്യുന്നു, അങ്ങനെ കമാൻഡ് ഉണ്ട്. പിന്നെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇവര് ലൈനിലെ ആൾക്കാരെ ഇവർ അഡ്വൈസ് ചെയ്യുന്നു, സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ അഡ്വൈസ് ചെയ്യുന്നു. സോ കമാൻഡും ഉണ്ട്, അഡ്വൈസും ഉണ്ട്. ഡിസിപ്ലിൻ സ്ട്രിക്റ്റ് അവിടെ, ലൈൻ ഇവിടെ ലൂസ് ആണ്. എക്സിക്യൂട്ടീവ്സ്, ലൈൻ എക്സിക്യൂട്ടീവ്സ് മാത്രമാണ് ഇവിടെ ഉള്ളത്, ആ ജേർണലിസ്റ്റ്. ഇവിടെ ലൈൻ എക്സിക്യൂട്ടീവ്സ് ജേർണലിസ്റ്റും ആണ്, സ്റ്റാഫ് എക്സിക്യൂട്ടീവ് സ്പെഷ്യലിസ്റ്റും ഉണ്ട്. ഡിഗ്രി ഓഫ് സെൻട്രലൈസേഷൻ, ഇവിടെ അബ്സല്യൂട്ട് സെൻട്രലൈസേഷൻ, ഇവിടെ പാർഷ്യലി ഓർ പാർട്ട്ലി ഡീസെൻട്രലൈസ്ഡ്. അതായത് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ പക്ക ആരുടെ അണ്ടറിലാണ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുക, ആ കൺട്രോളും കൃത്യമാണ്. മിലിറ്ററി ടൈപ്പ് ഇവിടെ കുറവാണത്. ഇവിടെ ചെറിയ ഓർഗനൈസേഷൻ പറ്റും, ലാർജ് ഓർഗനൈസേഷൻ പറ്റും. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്,
അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയിങ് പീപ്പിൾ ഡെവലപ്പിംഗ് ദർ റിസോഴ്സസ് യൂട്ടിലൈസിംഗ് മെയിൻറ്റെയിനിങ് ആൻഡ് കോമ്പൻസേറ്റിംഗ് ദ സർവീസസ് ഇൻ ട്യൂൺസ് വിത്ത് ജോബ് ആൻഡ് ഓർഗനൈസേഷൻ റിക്വയർമെന്റ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ എംപ്ലോയ് ചെയ്യുക, ജോലിക്ക് എടുക്കുക, അവരെ ഡെവലപ്പ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, അവരെ പ്ലേസ് ചെയ്യുക, എവിടെയാണോ അവരെ സ്കില്ലിനനുസരിച്ച് അവരെ പോസ്റ്റ് ചെയ്യുക, ഫ്യൂച്ചറിൽ എത്ര വേക്കൻസി വരാൻ സാധ്യതകളുണ്ട് അത് കണ്ടുപിടിക്കുക, എവിടെയൊക്കെ ഡെഫിഷ്യൻസി ഇപ്പോൾ ഉണ്ട് അത് കണ്ടുപിടിക്കുക, അത് ഫുൾഫിൽ ചെയ്യുക. ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അവരുടെ സാലറീന്റെ കാര്യങ്ങൾ നോക്കുക, അതെല്ലാം ആണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മെയിൻ പണി. ഓക്കെ, ഡിഫറെന്റ് നെയിംസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ലേബർ മാനേജ്മെന്റ് എന്ന് പറയും, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയും, ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയും, പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയാം, എംപ്ലോയർ റിലേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒന്ന് തന്നെയാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM, അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാന്ന് നോക്കാം. ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഉണ്ടാക്കുക. അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വർക്കേഴ്സ് സെയിം വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കംപ്ലീറ്റ്ലി അവർ ബോറാവും, പിന്നെ ഒരു മടുപ്പ് വരാനുള്ള സാധ്യതകളുണ്ട്. സോ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കണം. അപ്പോൾ മോട്ടിവേഷന്റെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുക. റിലേഷൻ, അതായത് വർക്കേഴ്സ് തമ്മിൽ നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, മാനേജേഴ്സും വർക്കേഴ്സും തമ്മിൽ നല്ല റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ അകത്ത്. അത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം റിലേഷൻസ് മോശമാണ് എപ്പോഴും പ്രൊഡക്ടിവിറ്റി എഫക്ട് ചെയ്യപ്പെടും. മെയിൻറ്റെയിൻ ഹൈ എംപ്ലോയി മൊറാലി. ഓക്കെ, എംപ്ലോയീസിന് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് നിർത്തുക. ഇന്റഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബൈ കോർഡിനേഷൻ ഓഫ് ദർ ഗോൾസ്. ഓക്കെ, അതായത് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവും, ഗ്രൂപ്പിന് ഒരു ആവശ്യങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം ഒന്നിച്ച് ചേർക്കുക, ഒരു കോർഡിനേഷൻ വരുത്തുക അവരിൽ. ഓക്കെ, ആ കോർഡിനേഷൻ ഉണ്ടാക്കുക, അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇനി ഓരോ ആൾക്കാരുടെയും ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇൻഷുറൻസിന്റെ ആവശ്യങ്ങൾ ഉണ്ടാവും, നമ്മൾ മെഡിക്കൽ ആവശ്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, നമുക്ക് ലോണിന്റെ ആവശ്യങ്ങൾ ഉണ്ടാവാം, അങ്ങനത്തെ പല ആവശ്യങ്ങളുണ്ട്. അത് തിരിച്ചറിയുക, അത് സാറ്റിസ്ഫൈ ചെയ്യുക, പറ്റുന്നതാണ് ചെയ്യുക. ഹ്യൂമൻ റിസോഴ്സ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ 1000 പേരുണ്ട്, ആ 1000 പേരും വർക്ക് ചെയ്യേണ്ട രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യേണ്ട നടപടികൾ എന്തൊക്കെയാണ് അത് ചെയ്യുക. സ്ട്രെങ്തൻ ഹ്യൂമൻ അസറ്റ്സ് വിയ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് നമ്മൾ ഒരാളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒരു വർക്ക് പെർഫോം ചെയ്യേണ്ട ആവശ്യമായ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും കൊടുക്കുക, അയാൾ ആ ലെവലിലേക്ക് റേസ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ഓപ്പർച്യൂണിറ്റി ഫോർ എക്സ്പ്രഷൻ ആൻഡ് വോയിസ് വിത്തിൻ മാനേജ്മെന്റ്. ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യവും അവസരങ്ങളും ഒരുക്കി കൊടുക്കുക. ഒരു എഫിഷ്യന്റ് ആക്സെപ്റ്റബിൾ ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മെയിൻ എയിംസ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ഒബ്ജക്റ്റീവ്, ലക്ഷ്യങ്ങൾ. അത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അവർക്ക് മാനേജറിയൽ ഫങ്ഷൻസും ഉണ്ട്, ഓപ്പറേറ്റീവ് ഫങ്ഷൻസും ഉണ്ട്. മാനേജറിയൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്, ഇതെല്ലാം മാനേജറിയൽ ഫങ്ഷൻസ് ആണ്. ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രൊക്യൂർമെന്റ് ഓഫ് പേഴ്സണൽ, അതായത് ആളെ എടുക്കുക ജോലിക്ക് ആവശ്യത്തിനനുസരിച്ച്. ഡെവലപ്മെന്റ് ഓഫ് പേഴ്സൺ, അവരെ ഡെവലപ്പ് ചെയ്യുക. കോമ്പൻസേഷൻ ഓഫ് പേഴ്സൺ, എവിടേക്കാണോ ആള് കുറവുള്ളത് അവിടെ പുതിയതായിട്ട് ആളെ എത്തിച്ചു കൊടുക്കുക. എംപ്ലോയി ബെനിഫിറ്റ് സ്കീമുകൾ, ഫോർ എക്സാമ്പിൾ മെഡിക്കൽ ക്ലെയിം, ഇൻഷുറൻസ്, അങ്ങനത്തെ പ്രൊവിഡന്റ് ഫണ്ട്, അങ്ങനത്തെ സ്കീമുകളെല്ലാം എംപ്ലോയിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള സ്കീമുകളെല്ലാം പറഞ്ഞു കൊടുക്കുക, നടപ്പിലാക്കുക. മെയിൻറ്റെയിനിങ് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. റെക്കോർഡ് കീപ്പിംഗ്, ആര് എപ്പോൾ ജോയിൻ ചെയ്തു, അവർക്ക് എത്ര സാലറി കൊടുത്തു, അവർ എത്ര മണിക്കൂർ വർക്ക്, അങ്ങനത്തെ എല്ലാ റെക്കോർഡുകളും കീപ്പ് ചെയ്യുക. പേഴ്സണൽ പ്ലാനിങ് ആൻഡ് ഇവാലുവേഷൻ, ഓരോരുത്തരെയും പേഴ്സണലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക കാര്യങ്ങൾ, പിന്നെ കമ്പനീനെ മൊത്തത്തിലും. പേഴ്സണൽ റിസർച്ച് ആൻഡ് ഓഡിറ്റും കാര്യങ്ങളും നടത്തുക, കണക്കുകളെല്ലാം കൃത്യമല്ലേ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. കമ്പോണൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അവരുടെ കമ്പോണൻസ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനിയിൽ ആളെ ആവശ്യമുണ്ടെങ്കിൽ പുതിയതായിട്ട് എടുക്കുക. സെലക്ഷൻ, പ്ലേസ്മെന്റ്, ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ, പെർഫോമൻസ് അപ്രൈസൽ, ട്രെയിനിങ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതായത് ആൾക്കാരെ കമ്പനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ എടുക്കുക. റിക്രൂട്ട്മെന്റ് ഒരു എന്താ പറയാ, നമ്മൾ സാധാരണ ഒരു ജോബിന് പോകുമ്പോൾ ഇങ്ങനെ റിട്ടേൺ ടെസ്റ്റോ ഇന്റർവ്യൂവോ പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്തൊക്കെയാണുള്ളത് അതെല്ലാം ചെയ്തിട്ട് ആളെ എടുക്കുക. എന്നിട്ട് അവരെ കറസ്പോണ്ടിങ് അവരുടെ സ്കില്ലിനനുസരിച്ച് എവിടെയാണോ
വേക്കൻസി ഇല്ല അവിടെ പ്ലേസ് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരുടെ പെർഫോമൻസ് അപ്രൈസൽ നോക്കുക, പിന്നെ അവരുടെ കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇപ്പോൾ താഴെയുള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നമ്മുടെ കോളേജിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ലാബ് സ്റ്റാഫ് ആണ്, അവർക്കിപ്പോൾ ഒരു ബിടെക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ലെക്ചർ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ, അവർ കരിയർ അഡ്വാൻസ്മെന്റിന് സാധ്യതയുള്ള ആളാണെങ്കിൽ, ഡെവലപ്മെന്റ് സാധ്യതയുള്ള അത് നടപ്പിലാക്കി കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് കരിയർ പ്ലാനിങ് ഡെവലപ്മെന്റ് പറഞ്ഞാൽ കാര്യമായിട്ട് ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഡിമോഷൻ, 3 കാര്യങ്ങളാണ് ഇത്. ഡിമോഷൻ എന്ന് പറഞ്ഞാൽ താഴ്ത്തുക, റാങ്ക് താഴ്ത്തുക. കോമ്പൻസേഷൻ, വേജസ് ആൻഡ് സാലറി, സാലറിയും വേജസിന്റെ കാര്യങ്ങൾ നോക്കണം, ഇൻസെന്റീവിന്റെ കാര്യങ്ങൾ നോക്കണം, ബോണസിന്റെ കാര്യങ്ങൾ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനത്തെ എല്ലാം കോമ്പൻസേഷനകത്ത് വരും. സാലറി, വേജസ് എന്ന് പറഞ്ഞാൽ ഒരേ സാധനത്തിന് 2 പേര് പോലെയാണ്. ഓക്കെ, അത് കുറച്ചും കൂടി ക്ലാരിഫൈ നമുക്ക് പിന്നീട് നോക്കാം. ഇൻസെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറയുന്നു, കമ്പനി ഈ മാസം 31 ആവുമ്പോഴത്തേക്ക് 10,000 കാറുകൾ സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും 1000 രൂപ വീതം ഇൻസെന്റീവ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 10,000 കാർ ഉണ്ടാക്കിയിട്ടില്ല, അതിന് മുമ്പേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെന്റീവ് കിട്ടുകയും ചെയ്യും. അത് മോണിറ്ററി ആവാം, അല്ലാതെയും ആവാം കേട്ടോ. ഓക്കെ, ചിലപ്പോൾ 10,000 കാർ സെയിൽ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഫോൺ നൽകുന്നതായിരിക്കാം. ഒരു ഫോണാണ് എല്ലാവർക്കും കൊടുക്കുന്നതെങ്കിൽ, വർക്കേഴ്സിന് കൊടുക്കുന്നതെങ്കിൽ അതൊരു ഇൻസെന്റീവ് ആണ്. ക്യാഷ് ആയിട്ടും കൊടുക്കാം, ഫോൺ ആയിട്ടും കൊടുക്കാം, വേറെ എന്തെങ്കിലും രീതിയിൽ കൊടുക്കാം. ബോണസ് എന്ന് പറഞ്ഞാൽ പക്ഷെ അതങ്ങനെയല്ല, അത് മുമ്പേ പറയില്ല. ഇപ്പൊ ബൈ ചാൻസ് നമ്മൾ ഈ 31 ആകുമ്പോൾ നമ്മൾ സാലറി വരുന്ന ഡേറ്റ് ആകുമ്പോൾ നമ്മുടെ കമ്പനിക്ക് ഇപ്പോൾ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായി വിചാരിച്ചോ, അത് അപ്പൊ ബോണസ് ആയിട്ട് ചിലപ്പോൾ ഒരാൾക്കായിരിക്കാം കൊടുക്കുന്നത്, ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കായിരിക്കും കൊടുക്കുന്നത്, എങ്ങനെ വേണേൽ കൊടുക്കാം. ഓക്കെ, അതെന്തായാലും മോണിറ്ററി റിലേറ്റഡ്, അതായത് മണി റിലേറ്റഡ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്, മുമ്പേ പറയത്തുമില്ല. ഓക്കെ, ഇനി ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പനീന്റെ കാർ യൂസ് ചെയ്യാൻ കൊടുക്കുക, ഇപ്പൊ കമ്പനീന്റെ ഫിറ്റ്നസ് സെന്റർ, ജിമ്മും മറ്റു കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാൻ ഫ്രീ ആയിട്ട് കൊടുക്കുക, കമ്പനീന്റെ പാൻട്രി ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ യൂസ് ചെയ്ത് കൊടുക്കുക, അതെല്ലാം ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത സോഷ്യൽ ആൻഡ് കൾച്ചറൽ പ്രോഗ്രാംസ്. ഇപ്പോൾ ഓണത്തിന് പൂക്കളം നടത്തുക, പൂക്കളം, ക്രിസ്മസിന് എന്താ പറയുക, വേറെ കുറച്ച് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുക, അങ്ങനെ ഒരു പ്രോഗ്രാം, കൾച്ചറൽ സോഷ്യൽ പ്രോഗ്രാംസ് എല്ലാം അറേഞ്ച് ചെയ്യുക, അതെല്ലാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഭാഗമാണ്. എംപ്ലോയി കൗൺസിലിംഗ്, ഒരു എംപ്ലോയി മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയാണ് അയാളെ കൗൺസിൽ ചെയ്യുക, അയാളെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയുക, എന്നിട്ട് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന റെക്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞു വിടുക, അതൊക്കെ ഹാൻഡിൽ ചെയ്യുക. അടുത്ത മാൻ പവർ പ്ലാനിങ്. It is a planning via which management strives to have right number and right kind of people at the right place at the right time, doing things which results in both organization and individual receiving maximum long run benefits. അതായത് മാനേജ്മെന്റ് ഒരു പ്ലാനിങ് ആണ്, ശരിയായിട്ടുള്ള എത്ര ആൾക്കാരെയാണോ വേണ്ടത്, എവിടെയാണോ വേണ്ടത്, എങ്ങനത്തെ ആളാണോ വേണ്ടത്, എപ്പോഴാണോ വേണ്ടത്, അങ്ങനത്തെ ആളെ സെലക്ട് ചെയ്യുക, അവിടെ പ്ലേസ് ചെയ്യുക. ഓക്കെ, അതാണ് മാൻ പവർ പ്ലാനിങ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു 3 ലെക്ചേഴ്സിന് കുറവുണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിളെ വേണം സെലക്ട് ചെയ്യാൻ, ലെക്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷനിലെ ആൾക്കാരെ വേണം, ഒരു എംടെക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ബിടെക് ക്വാളിഫിക്കേഷനിലെ ആളെ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ് നമ്പർ, 3 ആൾക്കാരെ ഷോർട്ടേജ് ഉള്ളത്, അപ്പോൾ 3 ആൾക്കാരെയാണ് വേണ്ടത്. റൈറ്റ് ടൈം, ഇപ്പോൾ സെമസ്റ്റർ വെക്കേഷൻ, ഇപ്പൊ നമ്മള് മെയ് ജൂൺ നമുക്ക് വെക്കേഷൻ ആണല്ലോ, ആ സമയത്ത് പിടിച്ചിട്ട് അവിടെ മീൻസ് ഏപ്രിൽ മെയ് ആണല്ലോ നമുക്ക് വെക്കേഷൻ, ആ സമയത്ത് നമ്മൾ ഇപ്പോൾ 3 ആൾക്കാരെ നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ കുറവുണ്ടായിരുന്നു, ആ സമയത്ത് മെയ് ജൂണിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നഷ്ടമാണ്. കാരണം ആ സമയത്ത് ക്ലാസ് ഒന്നും തന്നെ നടക്കുന്നില്ല, അപ്പൊ പിന്നെ വെറുതെ സാലറി കൊടുക്കേണ്ടി വരില്ല. അപ്പൊ റൈറ്റ് ടൈം, അതായത് ജൂണിൽ ക്ലാസ് തുറക്കുകയാണെങ്കിൽ ആ സമയത്ത് എടുക്കുക. ഓക്കെ, ഡൂയിങ് തിങ്. സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ, ലോങ് റണ്ണിൽ കമ്പനിക്കും നല്ലതായിരിക്കും, ആ എംപ്ലോയിക്കും നല്ലതായിരിക്കും, അതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും കിട്ടും. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മാൻ പവർ പ്ലാനിങ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് മാൻ പവർ പ്ലാനിങ്ങിനെ എഫക്ട് ചെയ്യുന്നത്, എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ആൾക്കാരെ എടുക്കുന്നത്, എപ്പോഴാണ് എടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഫസ്റ്റ്, വർക്കിംഗ് ഹവേഴ്സ്. അതായത് ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ഒരു മാസം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 240 hours വർക്ക് ആണ് നമുക്ക് നടക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, 240 അവർ വർക്കാണ് ഒരു മാസം നടക്കുന്നത് വിചാരിച്ചോ. ഓക്കെ, ഇപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പൊ
സപ്പോസ് വർക്കിംഗ് അവേഴ്സ്, അതായത് ഇഫ് വർക്കേഴ്സ് വർക്ക് മോർ അവേഴ്സ് ദെൻ മാൻ പവർ റിക്വയർഡ് ഇസ് ലെസ് അതർവൈസ് മോർ. അതായത് ഇപ്പോൾ ഈ 240 അവർ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു വർക്കർ 8 മണിക്കൂർ വർക്ക് ചെയ്യാന്ന് വിചാരിച്ചോ. ഓക്കെ, 2400 വർക്കിംഗ് അവേഴ്സ് ഒരു മാസം ഉണ്ടെന്ന് വിചാരിച്ചോ. ഒരു വർക്കർ 8 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അയാൾ ഒരു മാസം കൂടെ എത്ര വർക്ക് ചെയ്യുന്നു? 240 അവേഴ്സ് വർക്ക് ചെയ്യില്ല. അങ്ങനത്തെ 10 വർക്കേഴ്സ് മതിയായിരിക്കും ചിലപ്പോൾ നമുക്ക്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, നമുക്ക് ഒരു മാസം 2400 അവേഴ്സ് വർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, കമ്പനിയിൽ ഒരാള് 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത് വിചാരിച്ചോ. ഓക്കെ, സപ്പോസ് എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്ന വിചാരിച്ചോ. സോ 8 into 30 240 അവേഴ്സ് ആയി. അങ്ങനത്തെ 10 ആൾക്കാരുണ്ടെങ്കിൽ 2400 വർക്കേഴ്സ് അവേഴ്സ് വർക്ക് ചെയ്യും. ഓക്കെ, പക്ഷെ ഈ 10 ആളെ അവർ ചിലപ്പോൾ നമുക്ക് വേണ്ടിയില്ല. ചിലപ്പോൾ ഒരാൾ 8 അവർ വർക്ക് ചെയ്യുന്നതിന് പകരം ചിലപ്പോൾ അയാൾ 10 അവർ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് വർക്കേഴ്സ് വേണ്ട അത്രയും കുറവ് മതിയല്ലോ. സോ പറഞ്ഞു വരുന്നത് എന്താ, വർക്കിംഗ് അവേഴ്സ് മാൻ പവർ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വർക്കേഴ്സിനെ കൂടുതൽ നേരം വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഓഫ് വർക്കേഴ്സ് മതി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷെ നമുക്ക് അങ്ങനെ വെറുതെ അങ്ങ് ഒരു 24 മണിക്കൂറും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം രാജ്യത്ത് കുറെ നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര വർക്കേഴ്സ് മീൻസ് വർക്കേഴ്സിന് എത്ര മണിക്കൂർ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ, മാക്സിമം അങ്ങനെയൊക്കെ ഉണ്ട്. സോ എനിവേ വർക്കിംഗ് അവേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഒരു വർക്കർ എത്ര നേരം വർക്ക് ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വേണം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എത്ര വർക്കേഴ്സ് വേണം തീരുമാനിക്കാൻ. നമ്പർ ഓഫ് ഷിഫ്റ്റ്സ്, അതായത് ഇപ്പോൾ ഡേ ഷിഫ്റ്റും ഉണ്ടാവാം നൈറ്റ് ഷിഫ്റ്റും ഉണ്ടാവാം. ഇപ്പൊ നൈറ്റിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് കുറവായിരിക്കും. ഇപ്പൊ നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് ഇല്ലെങ്കിൽ നൈറ്റിൽ ഒരു പണിയും നടക്കുന്നില്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്തായാലും കുറയും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡേ ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും ആയിട്ട് കൺവേർട്ട് ചെയ്യാം. കുറച്ച് പേര് ഡേ ഷിഫ്റ്റിൽ ഇടുക, കുറച്ച് പേര് നൈറ്റ് ഷിഫ്റ്റിൽ ഇടുക, എന്നിട്ട് അത് ഓൾട്ടർനേറ്റ് യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നേഴ്സുമാരതൊക്കെ അങ്ങനെയല്ലേ നടക്കുന്നത്. ചിലർക്ക് മിക്കവാറും പേർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും. ഒരു 2 ദിവസം ഡേ എടുക്കാണെങ്കിൽ ഒരു ദിവസം നൈറ്റ് എടുക്കണം. അങ്ങനെ ഷിഫ്റ്റുകൾ ഉണ്ടാവും. അങ്ങനെയാണ് പ്രൊഡക്ഷൻ കുറയില്ല. നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ, during production of some materials the workers should not be exposed to that situation too long, so the number of workers must be long. അതായത് ചില ഇപ്പൊ ന്യൂക്ലിയർ റേഡിയേഷൻ ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഉള്ള കെമിക്കൽസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇത്ര മണിക്കൂർ മാത്രമേ ഒരു വർക്കേഴ്സിനെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വർക്ക് ചെയ്താൽ ചിലപ്പോൾ അയാളെ ഹെൽത്തിന് പ്രശ്നം വരാൻ സാധ്യത ഉണ്ടാവും. ഇപ്പോൾ ഒരു കോൾ ഇൻഡസ്ട്രി മറ്റേ കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെയാവുമ്പോൾ ചിലപ്പം ഒരാഴ്ചയിൽ മൂന്ന് ദിവസമേ വർക്ക് ചെയ്യാൻ പാടുന്നുണ്ടാവും. ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിലും 3 ദിവസമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ ഒരു വർക്കേഴ്സിനാണ്. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളും വേസ്റ്റ് ആവുകയല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അങ്ങനത്തെ വർക്കിംഗ് നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിലും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ആൾക്കാരെ എടുക്കാൻ. പ്രോഡക്റ്റ് മിക്സ് മീൻസ് എ പ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ ഒപ്റ്റിമം പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് സെയിൽസ് ഫോർകാസ്റ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു 10,000 യൂണിറ്റ് ഓഫ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് വിചാരിച്ചോ ഒരു ദിവസം. പക്ഷെ നമുക്ക് സെയിൽ നടക്കുന്നത് ചിലപ്പോൾ 1000 മാത്രമേ ഒരു ദിവസം നടക്കുന്നുള്ളൂ വിചാരിച്ചോ. അപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് കിട്ടാനാ, സെയിൽസ് നടക്കുന്നതനുസരിച്ച് വേണ്ടേ നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ. അല്ലാതെ പ്രൊഡക്ഷൻ വെറുതെ കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ലല്ലോ, സെയിൽ നടക്കുന്നില്ല. സോ പ്രൊഡക്റ്റ് മിക്സ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പെർഫോമൻസ് റേറ്റ്, ഇപ്പോൾ വർക്കേഴ്സിന്റെ പെർഫോമൻസ് വളരെ കൂടുതലാണ്. ആ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതൊക്കെ HRM ചെയ്യുന്നതാണ്. അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വർക്കേഴ്സിന് ഏകദേശം പെർഫോമൻസ് റേറ്റ് എടുക്കും. ആ പെർഫോമൻസ് റേറ്റ് വളരെ നല്ലതാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്പർ ഓഫ് വർക്കേഴ്സ് വേണ്ടത് കുറച്ച് മതി. അവേഴ്സ് ലോസ്റ്റ്, പ്രൊഡക്റ്റീവ് മാൻ അവേഴ്സ് വേസ്റ്റേജ് ഷുഡ് ബി മിനിമൈസ്. അതായത് ഇപ്പൊ നമ്മളെ സാധാരണ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ 8 to 4 വിചാരിച്ചു. ഈ 8 to 4 ഒരു ബ്രേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത സമയത്ത് വർക്കേഴ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. പലപ്പോഴും പല വർക്കേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തേ പണിക്ക് പോകും. അങ്ങനൊക്കെ അവരെ ഒരുപാട് നമ്മളെ വാല്യുബിൾ ആയിട്ടുള്ള അവേഴ്സ് ലോസ് ആവുകയാണ് കമ്പനിക്ക്. സോ അങ്ങനത്തെ അവേഴ്സ് എല്ലാം ലോസ് ആവുന്നത് മിനിമൈസ് ചെയ്യണം. സ്റ്റെപ്സ് ഇൻ മാൻ പവർ പ്ലാനിങ്, മാൻ പവർ പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ്? ഐഡന്റിഫൈ മാൻ പവർ ഗ്യാപ്സ്, അതായത് നമുക്ക് ഇപ്പൊ എത്ര ആൾക്കാർ ആവശ്യമുണ്ട്. ഓക്കെ, എത്രയാണ് ശരിക്കും നമുക്ക് ഇപ്പൊ എത്ര ആൾക്കാരുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എത്രയാണ് ശരിക്കും നമുക്ക് വേണ്ടത്, അത് തമ്മിലുള്ള ഗ്യാപ്പ്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ 6 ലെക്ചേഴ്സ് വേണം എന്ന് വിചാരിക്കാം. നമുക്ക് ഇപ്പോൾ ഉള്ളത് 4 ലെക്ചേഴ്സ് ആണ് വിചാരിച്ചോ. സോ 6 - 4 2, ഇതാണ് മാൻ പവർ ഗ്യാപ്പ്. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെന്ററീസ്. ഓക്കെ, മീൻസ് ടു എസ്റ്റിമേറ്റ് ദ പ്രസന്റ് മാൻ പവർ ക്വാളിറ്റേറ്റീവ്ലി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി. അതായത് ഇപ്പൊ ഉള്ള ആൾക്കാരുടെ മാൻ പവർ ഇപ്പൊ എത്ര ആൾക്കാരുണ്ട്,
ക്വാണ്ടിറ്റി എടുക്കുക, എത്ര ആൾക്കാരുണ്ട്, അവർ ഓരോരുത്തർ പെർഫോമൻസ് റേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. ക്വാളിറ്റേറ്റീവ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ക്വാളിറ്റേറ്റീവ് നേച്ചർ മനസ്സിലാവും. അപ്പോൾ ക്വാണ്ടിറ്റി എത്ര ആൾക്കാരുണ്ട്, അവർ ഓരോരുത്തർ എത്ര എഫിഷ്യൻ്റ് ആണ്, അത് നമ്മളത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാൻ പവർ ഇൻവെൻട്രി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനനുസരിച്ച് പിന്നെ വേണമെങ്കിൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാം. ഫോർകാസ്റ്റിംഗ് മാൻ പവർ റിക്വയർമെന്റ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഭാവിയിൽ നമുക്ക് എത്ര ആൾക്കാരെ വേണ്ടി വരും. ഇപ്പോൾ എൻ്റെ കമ്പനി ഇപ്പോൾ ഈ മാസം പ്രൊഡ്യൂസ് ചെയ്യുന്ന 5000 പ്രൊഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിചാരിച്ചത്. നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് ഞാൻ അത് 7000 ആയിട്ട് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാർ അധികം വേണം, അത് ഫോർകാസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത മാൻ പവർ പ്രോഗ്രാം ഫോർ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ ആൻഡ് അപ്രൈസൽ. അതായത് നമ്മൾ എത്ര ആൾക്കാരെ എടുക്കാൻ ഉദ്ദേശിക്കുന്നു, എത്ര ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നു, ട്രാൻസ്ഫറിന്റെ കാര്യങ്ങൾ, ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ആൾക്കാരെ പുതിയതായിട്ട് വേണ്ടി വരും, പ്രൊമോഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ആൾക്കാരെ വേണ്ടി വരും, എത്ര ആൾക്കാർ റിട്ടയർഡ് ആവുന്നു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുക. അതിന്റെ അടിസ്ഥാനത്തിൽ വേണം മാൻ പവർ ഡിസൈഡ് ചെയ്യാൻ. സോ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കാണിച്ചിരിക്കാം. ആദ്യം തന്നെ നമ്മൾ ഗോൾസ്, ഒബ്ജക്റ്റീവ്, പ്ലാൻസ് ഓഫ് ഓർഗനൈസേഷൻ തിരിച്ചറിയണം. എഗെയിൻ കാറിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. 10,000 കാറുകൾ, അതായത് എൻ്റെ ഗോൾ, കമ്പനിയുടെ ഗോൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഏറ്റവും സെയിൽസ് നടക്കുന്ന കാർ ഫാക്ടറിയായി മാറണം എന്നാണ് ഗോൾ എങ്കിൽ, ഒബ്ജക്റ്റീവ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ മാസം 10,000 കാറുകൾ സെയിൽ നടത്തണം, അതാണ് ഒബ്ജക്റ്റീവ് എങ്കിൽ അതിൻ്റെ പ്ലാൻ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് എത്ര ആൾക്കാരെ വേണം, അതാണ് മാൻ പവർ പ്ലാനിങ്. അതെങ്ങനെയൊക്കെ ചെയ്യാം? ആദ്യം മാൻ പവർ ഇൻവെന്ററി പ്രൊഡ്യൂസ് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഇപ്പം എത്ര ആൾക്കാരുണ്ട്, അവർ ക്വാളിറ്റേറ്റീവ് എത്ര എഫിഷ്യൻ്റ് ആണ്, മറ്റു കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക. അതേപോലെ ഭാവിയിൽ ഇനി എത്ര ആൾക്കാരെ വേണ്ടി വരും, 10,000 യൂണിറ്റ് ഓഫ് കാർ സെയിൽ നടത്തണമെങ്കിൽ എത്ര ആൾക്കാരെ വേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും, ഭാവിയിൽ എത്ര വേണം ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും. ഇത് രണ്ടെണ്ണവും കിട്ടിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് മനസ്സിലാവും, ഇനി എത്ര ആൾക്കാരെ വേണം, എന്താ സംഭവം എന്നൊന്നും ഗ്യാപ്പ് മനസ്സിലാവും. എക്സസ് മാൻ പവർ ആണോ ഉള്ളത്, ഷോർട്ടേജ് മാൻ പവർ ആണോ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ആക്ഷൻ പ്ലാൻ വഴി നമുക്ക് കുറക്കുക കൂട്ടുക എന്താ ചെയ്യേണ്ടത്, അത് നമ്മൾ ആക്ഷൻ എടുക്കുക. സോ ഇതെങ്ങനെയാണ് മാൻ പവർ പ്ലാനിങ് ഫ്ലോ ചാർട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.